യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. Give thanks with a grateful heart. Give thanks. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം നമ്മൾ മന്ത് ഓഫ് പ്രെയർ ആയിട്ട് നമുക്ക് കൂടി വരുവാൻ കർത്താവ് അവസരം നൽകി. ഈ ഒരു മാസം നിരന്തരമായിട്ട് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഓരോ ജില്ലകൾക്കും ഓരോ രാജ്യത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. എല്ലാ ദിവസവും മുടക്കം കൂടാതെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഭാഗമാകാൻ കർത്താവ് നമുക്ക് അവസരം നൽകി. ഇത് 31ാമത്തെ ദിവസം നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇതിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂടെ വിജയമാണ്. നമ്മൾ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് നമുക്കിത് പ്രാർത്ഥിപ്പാൻ, നമുക്കിത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചത്. പ്രത്യേകിച്ച് പ്രിയ ബിനു സാറ്, അതുപോലെ തന്നെ ഷിനു സാറ്, പ്രിയ തമ്പിച്ചാന്, ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ റിബി സാറ്, അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ്, അവരുടെയൊക്കെ സപ്പോർട്ടുകൾ വളരെ വലുതായിരുന്നു. അതൊക്കെ ഈ തരത്തില് നന്ദിയോടെ ഓർക്കും. ഒരുപക്ഷെ നിങ്ങളുടെ അകത്തുടിപ്പം പോകുന്നത് സാറിനെ അകത്ത് നിന്ന് ചിരിച്ചതുപോലെ അവനിത് നടക്കുന്ന കാര്യമാണോ എന്ന് ഒരുപക്ഷെ അന്തരാത്മാവിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ അവിശ്വസിക്കേണ്ട. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്യുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ ദൈവത്തിന് കഴിവില്ലാത്ത ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. നമ്മളെ ഒക്കെ അസാധാരണമായ നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവം. സ്തോത്രം. ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് അവനത് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് കഴുതയെ കൊണ്ട് സംസാരിക്കാൻ പറ്റും. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കഴുത സംസാരിച്ചിട്ടുള്ള ഒരു ചരിത്രം കേട്ടിട്ടില്ല. പക്ഷേ ദൈവം കഴുതയുടെ നാവിനെ തൊട്ടപ്പോൾ ആ കഴുത സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഞാനും നിങ്ങളുമൊക്കെ കഴുതയെന്ന് നമുക്ക് തോന്നിയേക്കാം. സ്തോത്രം. കഴിവില്ലാത്തവരെയാ കഴുതയെന്ന് സാധാരണ വിളിക്കുന്നത്, അറിവില്ലാത്തവരെയാ കഴുതയെന്ന് വിളിക്കുന്നത്. പക്ഷേ ആ കഴുതയുടെ മേൽ ദൈവം വന്നാൽ അവൻ മാന്യനായി മാറും. അവന്റെ നാവിനെ അസാധാരണമായി മാറും. സ്തോത്രം. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? ആ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മുഖത്ത് കരറ്റിക്കാട്ടെ. കഴുതയെ ഉപയോഗിക്കാൻ കഴിയുന്ന ആ കർത്താവിന് എന്റെ ഉപയോഗിക്കാൻ കഴിയും. കഴുതയുടെ മേൽ വാഹനമേറാൻ അവൻ അഖിലാണ്ടത്തെ ചമച്ച കർത്താവിന് ഹിതം തോന്നിയെങ്കിൽ എന്നെയും നിങ്ങളുടെ മേൽ വാഹനമേറാൻ, എന്നെയും നിങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ ടീം അംഗങ്ങളെ, അവൻ എനിക്കും നിങ്ങൾക്കും കിട്ടിയ മാന്യത, എന്റെ കർത്താവ് നമ്മളിൽ വാഹനമേറിയത് കൊണ്ടാണ്. എന്റെയും നിങ്ങളുടെ മേൽ കർത്താവ് വാഹനമേറിയത് കൊണ്ട് മാത്രം. നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഫ്രണ്ടിൽ ആരവാരം. സ്തോത്രം. ഫ്രണ്ടിൽ ഹല്ലേലൂയ തുണികൾ വിരിക്കുന്നു, ഇലകൾ വെട്ടിയിടുന്നു. അത് കഴുതയുള്ള മാന്യതയല്ല, ആ കഴുതയുടെ മേൽ കയറിയ യേശുവിന്റെ മാന്യതയാണ്. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരു 2 വാക്ക് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മിടുക്കല്ല, നമ്മുടെ മേൽ കയറിയ ആ ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. അതിൽ പരം വേറെന്താ പറയാനുള്ളത്? ഹല്ലേലൂയ. ഈ 2025 അവസാന ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 2026 ദൈവം അസാധാരണമായത് ദൈവം എക്സൽ മിനിസ്ട്രീസിന് വേണ്ടി ചെയ്യും. എക്സൽ മിനിസ്ട്രീസിന് വേണ്ടി മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ റെഡിയായിട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അസാധാരണമായ നിലയിൽ ദൈവ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ തുടങ്ങും. ഞാൻ അത് വിശ്വസിക്കുന്നു. ആ വേർഡിനെ യേശുവിൻ നാമത്തിൽ ഈ ടീമിനകത്തേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ആ വേർഡിനെ റിലീസ് ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഇല്ലാത്ത ടീമിലുള്ള ഓരോ ആളുകളിലേക്കും ആ വചനത്തെ റിലീസ് ചെയ്യുന്ന നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. മുഴുമഹത്വം അങ്ങേക്ക് മാത്രം കർത്താവേ. നന്ദി പറയുന്ന കർത്താവ് നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ 2025 അവസാന ദിവസത്തിലേക്ക് ദൈവം കൂട്ടിവരുത്തി
തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ, നടത്തിയ വിധങ്ങൾ എല്ലാത്തിനും ദൈവസന്നിധിയിൽ നന്ദി പറയുകയാണ്. 2025 എൻ്റെ പേഴ്സണൽ ജീവിതം വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ദൈവം പല രീതിയിൽ എന്നോട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പൂർത്തീകരണം കാണാതെയൊക്കെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ട വർഷങ്ങളായിരുന്നു 2023, 2024 പക്ഷേ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവ് എനിക്കൊരു വഴി ഒരുക്കിയപ്പോൾ അത് ഇതിലൂടെ ആയിരുന്നു, എക്സൽ മിനിസ്ട്രിയിലൂടെ ആയിരുന്നു കർത്താവ് എനിക്കൊരുക്കിയ വഴി. കഴിഞ്ഞു പോയൊരു വർഷക്കാലം ദൈവം ഞങ്ങളെ അതിശയകരമായി വഴി നടത്തി. ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാനൊക്കെ ദൈവം ഞങ്ങളെ കുടുംബമായി ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുന്നു. ഭാഗ്യവിധർക്കായ സ്തോത്രം. 2025 എൻ്റെ ജീവിതത്തിലും ദൈവമായ കർത്താവ് നന്മകളും അനുഗ്രഹങ്ങളും തന്നു. എക്സൽ മിനിസ്ട്രി കടന്നു വരുവാൻ, ഇവിടെ പലപ്പോഴും ജോലി കാര്യങ്ങൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥനയൊക്കെ സംബന്ധിപ്പാൻ എൻ്റെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവമായ കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ 2025 എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിരുന്നു. ബിക്കോസ് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനും പ്രോഗ്രാംസ് ചെയ്യാനും ഐ തിങ്ക് സോ ദാറ്റ് കഴിഞ്ഞ വർഷത്തേക്കാളും ഈ ഒരു വർഷം മിനിസ്ട്രിയിൽ ഒരുപടി കൂടെ ഒന്ന് കയറാൻ ദൈവം എനിക്ക് ഒരവസരം തന്നു. നോർത്ത് ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ പോകാനും BBSഉം അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യാനും ഒക്കെ ദൈവം അവസരം തന്നു. അതിന് പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയാം. परमेश्वर धन्यवाद देता हूँ कि हम देख सकते हैं कि 2025 में बहुत सारी घटनाएं हुई, बट परमेश्वर ने हमें संभाला और लास्ट दिन में लाके खड़ा किया. 2025 मेरे लाइफ का बहुत एक्सपीरियंस भरा साल था. मैं आशा करता हूँ, मेरे को ये विश्वास भी है कि आने वाला 2026 जो मेरे को परमेश्वर देने जा रहा है वो मेरे लाइफ के लिए और भी आशीष का कारण ठहरेगा. और मैं बहुत सारी चीज़ों को आने वाले दिनों प्रभु के नाम के लिए कर पाऊँगा, ये मैं आशा करता हूँ. और सभी को प्रेज़ द लॉर्ड. 2025 എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി എൻ്റെ കുടുംബത്തിൽ വ്യക്തിപരമായി എല്ലാവരും അനുഗ്രഹമായിരുന്നു. സോ പ്രത്യേകിച്ച് ദൈവം 2025 ഒരു ബേബിനെ തന്നു. ഞാൻ ഇവിടെ ഇരിക്കാൻ നേരത്തെ എല്ലാ അനുഭവം കേൾക്കാൻ നേരത്തെ എനിക്ക് മനസ്സിലായ കാര്യം, എക്സൽ ഒരു പ്ലാറ്റ്ഫോമാണ്. എക്സലിൻ്റെ ത്രൂ ഞങ്ങൾ അറിയപ്പെടുന്നത്. സോ അതിനൊരു വലിയൊരു ദൈവം നന്ദി പറയുന്നത്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കർത്താവ് നമുക്ക് തന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 ബ്ലെസ്സിങ്സ് ഞാൻ പ്രത്യേകം 2025 എല്ലാവരും പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിലും വലിയ ബ്ലെസ്സിങ്ങുകളായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് 2025 വർഷം ദൈവം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയായിരുന്നു. വിദ്യം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരു സമയമായിരുന്നു 2025. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. മുഴുവൻ മഹത്വം അങ്ങേക്ക് മാത്രം. യേശു കർത്താവിന്റെ തിരുനാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട്, നമ്മുടെ എല്ലാ ടീം അംഗങ്ങളോട്, നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളോട്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മന്ത് ഓഫ് പ്രയറിനെ അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.